അങ്ങനെ ഒരു മാസത്തെ വസതിക്ക് ശേഷം ഞങ്ങൾ നാനിങ്ങിനോട് വിട പറയുകയാണ്. നാനിങ് ചൈനയിലെ ചെറിയൊരു സിറ്റി ആണെങ്കിൽ കൂടെ നല്ലൊരു സ്ഥലമായിരുന്നു. ഞങ്ങൾ ഇവിടെ ശരിക്കും എൻജോയ് ചെയ്തു. എസ്പെഷ്യലി ഇവിടുത്തെ ഭക്ഷണവും നൈറ്റ് മാർക്കറ്റും. ഒരു മാസമാണ് ഞങ്ങൾ നാനിങ്ങിൽ താമസിച്ചത്. നാനിങ്ങിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ അഫോർഡബിലിറ്റിയാണ്. എല്ലാ സാധനങ്ങളും ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. അത് ഭക്ഷണമായാലും മറ്റേ സാധനങ്ങളായാലും. ഇപ്പോൾ ഞങ്ങൾ ഹൈ സ്പീഡ് ട്രെയിൻ എടുത്ത് പോകുന്നത് പുതിയൊരു നഗരത്തിലോട്ടാണ്. അത് ഇവിടുന്ന് ഒരു 3 മണിക്കൂർ യാത്രയുണ്ട്. ഞങ്ങൾ അതിരാവിലെ തന്നെ ട്രെയിൻ പിടിച്ചു. 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വന്നെത്തി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ചൈനയുടെ ഈ ഭാഗത്തോട്ട് വന്നേക്കുന്നത്. ഞങ്ങളിപ്പോൾ എത്തിയേക്കുന്നത് ഗ്വാങ്ജോ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. ബീജിംഗ്, ഷാങ്ഹായ് പോലെ ഗ്വാങ്ജോ ചൈനയിലെ വലിയൊരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് മെട്രോയിലോട്ടാണ്. മെട്രോ കയറി ഞങ്ങൾ ചെന്നെത്താൻ പോകുന്നത് ഫോഷാൻ എന്ന ചെറിയൊരു സിറ്റിയിലോട്ടാണ്. ഫോഷാൻ ഗ്വാങ്ജോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല അഫോർഡബിൾ ആണ്. ഫോഷാനിലെ വേറൊരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെട്രോ ഗ്വാങ്ജോ മെട്രോ ആയിട്ട് കണക്ട് ചെയ്തേക്കാണ്. സോ മെട്രോ പിടിച്ചാൽ നമുക്ക് 1/4 മണിക്കൂർ കൊണ്ട് ഗ്വാങ്ജോ എത്താം. വന്നിറങ്ങിയത് തന്നെ നല്ലൊരു കാലാവസ്ഥയിലോട്ടാണ്. ഫോഷാൻ ഇവിടുത്തെ ചെറിയൊരു സിറ്റി ആണെങ്കിലും അപാര ഇൻഫ്രാസ്ട്രക്ചർ തന്നെ. എല്ലാം 10, 30, 50 നില ബിൽഡിങ്സ് ആണ്. അങ്ങനെ നമ്മൾ ബാഗൊക്കെ ചുമന്ന് അവസാനം നമ്മൾ താമസിക്കാൻ പോണ സ്ഥലത്ത് വന്നെത്തി. എല്ലാം വലിയ വലിയ കൂറ്റൻ ബിൽഡിങ്ങുകൾ. ഇനി കുറച്ചു കാലം ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.